അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. തുടർന്ന് പറയുന്നത് വസയതജന്നബുഹൽ അഷ്ഖാ അല്ലദീ യസ്ലൻ നാറൽ കുബ്ര. ഏറ്റവും നിർഭാഗ്യവാനായിട്ടുള്ള മനുഷ്യൻ അവനാവും ഇത് വെടിയുക, നിരാകരിക്കുക. ആ വലിയ തീകുണ്ഠത്തിൽ, നരകത്തിൽ പ്രവേശിക്കുന്നവൻ. തുമ്മലാ യമൂത്തു ഫീഹാ വലാ യഹ്യ. പിന്നെ അവൻ അവിടെ ജീവിക്കില്ല, മരിക്കില്ല. എന്നാണ് ഈ ആയത്തുകളുടെ അർത്ഥം. ഇവിടെ ജബ്ബാർ പറയുന്നത് ഇതൊരു ഭീഷണിയാണ് എന്നാണ്. ജബ്ബാറിൻ്റെ സ്ഥിരം പല്ലവ്യാണ്. പരലോകവുമായി ബന്ധപ്പെട്ട് വല്ലതും പറയുമ്പോൾ ഇത് ഭീഷണിയാണ്. ആ ഭീഷണിയാണ് എന്ന് പറഞ്ഞുകൊണ്ടേ ജബ്ബാറിന് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. കാരണം ദൈവനിഷേധിയെ സംബന്ധിച്ച് അവന് പരലോകബോധം ഉണ്ടാവില്ലാനുള്ള ഉറപ്പാണ്. ദൈവം ഉണ്ടെങ്കിലല്ലേ അങ്ങനെയല്ല പരലോകത്തിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ അതിൽ വിശ്വാസമില്ലാത്തവരുത്തൻ നിനക്കിങ്ങനെ ഒരു അവസ്ഥ വരാണ്ട് എന്ന് പറയുമ്പോൾ അതെന്നെ ഭീഷണിപ്പെടുത്തുകയാണ് എന്ന് അയാൾക്ക് തോന്നാനുള്ളത് സ്വാഭാവികമാണ്. അതാണ് ഇവിടെ ജബ്ബാറിനെ ബാധിച്ചിട്ടുള്ള മനോരോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മനോരോഗത്തിന് അടിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അവർ തങ്ങൾക്ക് തോന്നിയ മാർഗത്തിലൂടെ മുമ്പോട്ട് പോവുകയും തനി ധിക്കാരപരമായ, നിഷേധപരമായിട്ടുള്ള മാർഗത്തിലൂടെ തങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്യുകയും പറയാനുള്ളതൊക്കെ പറയുകയും ചെയ്യാനുള്ളതാണ് അവരുടെ രീതി. ആ ഒരു രീതിയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ജബ്ബാറും കൈക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ജബ്ബാർ ഇവിടെ ഇതിനെ സംബന്ധിച്ച് ഇതൊരു ഭീഷണിയാണ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു ഭീഷണി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ആ മനുഷ്യൻ്റെ ജനിമൃതികൾ നിശ്ചയിക്കുന്നത് അതും അല്ലാഹുവാണ്. അപ്പം അങ്ങനെയുള്ള സൃഷ്ടാവായിട്ടുള്ള അല്ലാഹു തൻ്റെ സൃഷ്ടിയോട് പറയാണ്, നീ ഈ ഭൂമിയിലെ ജീവിതത്തിൽ എങ്ങനെയാണോ നിൻ്റെ ജീവിതം നീ തള്ളി നീക്കണത് അതിനനുസരിച്ചായിരിക്കും നിൻ്റെ ജീവിതം ഉണ്ടാവുക, അല്ല നിൻ്റെ ഭാവി വിജയമുണ്ടാവുക. ആ ഭാവി ജീവിതത്തിൽ നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ നീ നിൻ്റെ സൃഷ്ടാവിനെ അംഗീകരിക്കുകയും അവൻ്റെ ആജ്ഞകൾ ശിരസാവഹിച്ച് അവൻ്റെ പ്രീതി നേടിയെടുക്കാൻ പാകത്തിൽ മുമ്പോട്ട് പോവുകയും ചെയ്യേണ്ടതുണ്ട്. അതിന് തയ്യാറില്ലാത്ത ആളുകളോട് അള്ളാഹു പറയുന്നത് ഇതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത്. എൻ്റെ കൽപ്പനകൾ അംഗീകരിക്കാൻ, എന്നെ നിങ്ങളുടെ റബ്ബും ഇലാഹുമായിട്ട് അംഗീകരിക്കാൻ സന്നദ്ധരല്ലെങ്കിൽ അത് പിന്നെ ഞാൻ കണ്ടോളാം. അത് പരലോകത്ത് മരണത്തിന് ശേഷങ്ങൾ എൻ്റെ അടുത്തേക്കാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഞാൻ ചില സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്, ചില സ്വാതന്ത്ര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. പക്ഷെ പരലോകത്ത് വരുമ്പോൾ ഞാൻ അവിടെ വെച്ച് നിങ്ങളെ പിടികൂടും. അവിടെ നിങ്ങൾ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും എന്നുള്ളത് അള്ളാഹു മനുഷ്യനെ അറിയിക്കുന്നൊരു സംഗതിയാണ്. ഇതില്ല എന്ന് പറയണമെങ്കിൽ ഒന്ന്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഏത് രീതിയിലാണ് ഇത് നിഷേധിക്കാൻ കഴിയുക? മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവ് പറയുന്നു, ഞാനിങ്ങനെ ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സൃഷ്ടി പറയുന്നു, എനിക്കങ്ങനെ രക്ഷിതാവുമില്ല, സൃഷ്ടാവുമില്ല. ആ സൃഷ്ടാവ് എനിക്കിങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുമില്ല. ഞാൻ എനിക്ക് തോന്നുന്നത് പോലെ ജീവിക്കുന്നു, അതാണ് എൻ്റെ ജീവിതം എന്ന് സൃഷ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരെ അംഗീകരിക്കണം? ബുദ്ധിയും വിവേകവും തൻ്റെ ഇടവുമുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടാവ് പറയുന്നത് സ്വീകരിക്കണമോ? എന്നാൽ തൻ്റെ ഭാവി എന്താവുമെന്ന്, നാളെ എന്ത് സംഭവിക്കുമെന്ന് പോലും പറയാൻ കഴിയാത്ത, മുൻകൂട്ടി പറയാൻ പറ്റാത്ത മനുഷ്യൻ പറയുന്നത് സ്വീകരിക്കണമോ? ഇവിടെ ബുദ്ധിയും തൻ്റെ ഇടം വിവേകമൊക്കെ ഉള്ള ആളുകൾ സ്വാഭാവികമായിട്ടും അംഗീകരിക്കുക സൃഷ്ടാവ് പറഞ്ഞതായിരിക്കും. ആ സൃഷ്ടാവാണ് എന്നെ സൃഷ്ടിച്ചിട്ടുള്ളതെന്നും അവനാണ് എൻ്റെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നതെന്നും എൻ്റെ ജീവിത വിജയപരാജയങ്ങൾ അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നുള്ളതും അവനാണ് ബോധ്യമാവുക.
മറ്റുള്ള ആളുകൾക്ക് ജബ്ബാറിനെ പോലുള്ള ആളുകൾക്ക് ബോധ്യമാവില്ല. അതുകൊണ്ട് ജബ്ബാർ ഇങ്ങനെയുള്ള പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ നരകത്തിൻ്റെ അവസ്ഥ എന്താണ്? അത് ദുനിയാവിലെ അഗ്നി പോലെയുള്ള കത്തിക്കരിഞ്ഞ് തീർന്നു പോകുന്ന അഗ്നിയല്ല. അതായത് അതിലേക്ക് എടുത്തെറിയപ്പെടുന്ന മനുഷ്യനായാലും മറ്റേത് സാധനമായാലും കത്തിക്കരിഞ്ഞ് വെണ്ണീരായി കരിക്കട്ടയായി വെണ്ണീരായി പോകുക എന്നുള്ളത് അവിടെ ഉണ്ടാവില്ല. അതാണ് സുമ്മലാ യമൂത്ത് ഫീഹ വലാ യഹ്യ. അതൊരു വല്ലാത്ത തീയാണ്. അതുകൊണ്ടാണ് അന്നാറ് സേസിലൻ നാറൽ കുബറ എന്ന് പറഞ്ഞത്. കുബറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറബി ഭാഷയിൽ ഏറ്റവും വലിയത്, ഇനി അതിൻ്റെ അപ്പുറമൊന്നുമില്ല. അക്ബർ എന്ന പുല്ലിംഗം അതിൻ്റെ സ്ത്രീലിംഗമാണ് കുബറ എന്ന് പറഞ്ഞത്. അക്ബർ പറഞ്ഞാൽ ഏറ്റവും വലിയവൻ, വലുത്. അത് തന്നെയാണ് കുബറ പറഞ്ഞാൽ ഏറ്റവും വലിയത്. നീ നാറ് എന്നുള്ളത് സ്ത്രീലിംഗമായതുകൊണ്ട് അതിൻ്റെ വിശേഷണമായി കൊടുത്ത കുബറ എന്നുള്ളതിനെയും സ്ത്രീലിംഗമായി ഉപയോഗിച്ചു. അപ്പോൾ ഏറ്റവും വലിയ തീയിലാണ് ചെന്ന് ചാടുക. ആ തീയിൽ സുമ്മലാ യമൂത്ത് ഫീഹ വലാ യഹ്യ. അവിടെ അവൻ ജീവിക്കൂല്ല മരിക്കൂല്ല പറഞ്ഞാൽ, മരിക്കുകയാണെങ്കിൽ എന്നേക്കുമായിട്ട് നശിച്ചു എന്ന് പറയാം. അങ്ങനെ മരണം അവിടെ ഏതായാലും അനുഭവിക്കൂല. എന്നാൽ ജീവിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ? നരകത്തിൽ തീയിൽ കിടക്കുന്ന മനുഷ്യൻ അവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവന് സുഖപ്രദമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള അല്ലലും വിലട്ടുമില്ലാത്ത വേദന ഇല്ലാത്തൊരു ജീവിതം അവിടെ നയിക്കാൻ കഴിയില്ല. ഇതാണ് ലാ യമൂത്തു ഫീഹ വലാ യഹ്യാർന്ന്. അപ്പോൾ രണ്ടും കേട്ട അവസ്ഥയിലാണ് മനുഷ്യൻ നരകത്തിലുണ്ടാവുക. അത് ശാശ്വതമായിട്ടുള്ള ശിക്ഷയാണെന്നും അവിടെ മനുഷ്യൻ നിഷേധിയായിട്ടുള്ള മനുഷ്യൻ അവൻ്റെ നിഷേധത്തിൻ്റെ ഫലം അനുഭവിച്ചേ പറ്റൂ എന്നുമാണ് വിശുദ്ധ ഖുർആൻ അടിക്കടി. ഇത് ഖുർആൻ മാത്രമല്ല, പൂർവ്വപ്രവാചകന്മാരും ഒക്കെ പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. ലോകത്ത് വന്ന ഏത് പ്രവാചകനെടുത്താലും ആ പ്രവാചകന്മാർ മനുഷ്യരോട് തങ്ങളുടെ സമൂഹങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അടിസ്ഥാനപരമായി 3 കാര്യമാണ്. ഒന്ന്, അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കണം. സൃഷ്ടികളിൽ ആരെയും നിങ്ങൾ പൂജിക്കാൻ പാടില്ല. അവരുടെ മുമ്പിൽ നിങ്ങളുടെ സങ്കടങ്ങളും പരിദേവനങ്ങളും പറഞ്ഞുകൊണ്ട് അവയെ പ്രീണിപ്പിക്കുകയോ അവരെ ദൈവങ്ങളായി സങ്കല്പിക്കുകയോ ചെയ്യാൻ പാടില്ല. ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവേ ഉള്ളൂ. ആ സൃഷ്ടാവാണ് നിങ്ങളുടെ സൃഷ്ടാവ്. അവന് മാത്രമേ നിങ്ങൾക്ക് ഗുണദോഷങ്ങൾ വരുത്താൻ കഴിയൂ. നിങ്ങളുടെ ജീവിതവും മരണവും ഒക്കെ അവൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് അവനെ അംഗീകരിച്ചുകൊണ്ട് അവന് കീഴ്പ്പെട്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. ഇതാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചൊരു കാര്യം. രണ്ടാമത്തത്, തങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്നും അള്ളാഹുവിൻ്റെ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തരാണ് തങ്ങളുടെ ബാധ്യത. അതാണ് ഞങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും അവരറിയിക്കുക. ഇതിനാണ് റിസാലത്ത്, ദൗത്യം, ദൈവിക ദൗത്യം എന്ന് പറഞ്ഞു. ഈ ദൈവികമായിട്ടുള്ള ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള ആളുകൾക്കാണ് നമ്മൾ റസൂൽ, ദൂതൻ എന്ന് പറയുന്നത്. ഇവിടെ ആദം നബി അലൈഹിസ്സലാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാ പ്രവാചകന്മാരും നിർവഹിച്ചു പോകുന്ന ഈ കാര്യം. മൂന്നാമത്തെ സംഗതി, ഈ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ മാത്രം വെച്ച് മാത്രം ജീവിക്കുന്ന, ഇവിടത്തോടു കൂടി അവസാനിക്കുന്ന ഒരു ജീവിതമല്ല. അവൻ്റെ മരണത്തിന് ശേഷം മറ്റൊരു ശാശ്വതമായിട്ടുള്ള ജീവിതമുണ്ട്. അവൻ ഏത് പ്രകാരം അവൻ്റെ മാതാവിൻ്റെ വയറ്റിൽ കിടക്കുമ്പോൾ ഈ ഭൂമിയെ സംബന്ധിച്ച് അവൻ അറിയുമായിരുന്നില്ലയോ, ഇതേപോലെ തന്നെ ഈ ഭൗതിക ജീവിതത്തിൽ അവന് പരലോകത്തെ സംബന്ധിച്ച് കണ്ടറിയാൻ, തൊട്ടറിയാൻ അല്ലെങ്കിൽ ചിന്തിച്ചറിയാനുള്ള കഴിവനില്ല. അതുകൊണ്ട് അവനോട് അള്ളാഹു, അവൻ്റെ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു പറയുന്നു, ഇങ്ങനൊരു ജീവിതം നിനക്ക് ഞാൻ ഒരുക്കി വച്ചിട്ടുണ്ട്. നീ ഇവിടെ അത് കണ്ടുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ നിനക്ക് അവിടെ രക്ഷപ്പെടാനാവുള്ളൂ എന്ന് മനുഷ്യനോട് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്. അത് പ്രവാചകന്മാരിലൂടെയാണ് അള്ളാഹു പറയുന്നത്. അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നവരെ പഠിപ്പിക്കുകയാണ്. ഈ സ്വർഗനരകങ്ങളെ സംബന്ധിച്ചുള്ള പ്രസ്താവം എന്ന് പറയുന്നത് അത് വിശുദ്ധ ഖുർആനിൽ മാത്രമുള്ള ഒരു സംഗതിയുമല്ല. ലോകത്തുള്ള ക്രിസ്തുമതം, ജൂതമതം, ഹിന്ദുമതം, ഈ മതങ്ങളിലൊക്കെ സ്വർഗനരകങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ഈ മതങ്ങളെ സംബന്ധിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അത് അറിയുകയും ചെയ്യാം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ മതങ്ങളുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒന്നായിരുന്നു. ലോകത്ത്
അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ വരാത്ത ഒരു പ്രദേശവുമില്ല. എവിടെയൊക്കെ മനുഷ്യവാസം ഉണ്ടായിരുന്നു അവിടെയൊക്കെ പ്രവാചകന്മാർ വന്നിട്ടുണ്ടെന്നും ആ പ്രവാചകന്മാരെല്ലാവരും തന്നെ മനുഷ്യനോട് പറഞ്ഞിട്ടുള്ളത് ഈ അടിസ്ഥാന കാര്യങ്ങളാണെന്നുമാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള ഇത്തരം മതങ്ങളിലൊക്കെ വിശ്വാസകാര്യങ്ങളിൽ ഏതോ നിലക്ക് ഇത് നമ്മൾക്ക് ഇപ്പോഴും കണ്ടെത്താൻ കഴിയുന്നു. യഥാർത്ഥത്തിൽ ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന ആദർശം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പുനർജന്മമല്ലാന്നാണ്. ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന ആദർശം എന്ന് പറയുന്നത് പരലോക ജീവിതമാണ്, സ്വർഗതരംഗങ്ങളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടാണ്. അത് പിന്നീട് പുരോഹിതന്മാർ അട്ടിമറിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് തന്നെയാണ് ക്രിസ്തുമതത്തിലെ ജൂതമതത്തിലൊക്കെ അവസ്ഥ പറഞ്ഞത്. അതിൻ്റെ തന്നെ തുടർച്ച എന്നുള്ളവർക്കാണ് ഇസ്ലാമിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇന്നത്തെ ഇസ്ലാം ഈ കാര്യങ്ങൾ ഖുർആൻ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. പണ്ട് പ്രവാചകന്മാർ പറഞ്ഞ കാര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി അത് അരക്കിട്ട് ഉറപ്പിച്ച് പറയുന്നു, ഖുർആൻ അത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഈ ആയത്തിൽ ഈ സൂറത്തിൽ യസ്ലൻ നാറൽ കുബ്ര സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്നതാണ്. അപ്പം ജബ്ബാർ പറയുന്ന ഭീഷണി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭീഷണി തന്നെയാണിത്. മനുഷ്യനെ ഭീഷണിപ്പെടുത്തിയെങ്കിലേ അവന് ചില സംഗതികൾ ബോധ്യമാവുള്ളൂ, അവനങ്ങ് നേരെ ചൊവ്വേ നടക്കാൻ തയ്യാറാവുള്ളൂ എന്നുള്ള അറിയുന്നവനാണ് അള്ളാഹു, അവൻ്റെ സൃഷ്ടാവ്. അതുകൊണ്ട് ഭീഷണി സ്വരത്തിൽ മനുഷ്യനോട് പറയുന്നത് നീ കളി കളിച്ചാൽ നീ വലിയ അപകടത്തിലാണ് ചെന്ന് ചാടുക എന്ന് തന്നെയാണ് ജബ്ബാറിനോട് അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഭീഷണിയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ ആ ഭവിഷ്യത്ത് പിന്നീട് അനുഭവിക്കും. പക്ഷേ അവിടെ കൈ കടിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല എന്നാണ് ഇത്തരം ആളുകൾ മനസ്സിലാക്കേണ്ടത്.